വെൽക്കം ടു ഹേരി ക്ലോത്തിങ്. നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് എക്സിബിഷന് തന്നെ ആഡ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഫ്രോക്ക് ആണ്. ഇത് നമ്മളൊരു ക്രിസ്മസ് കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് 2 ടയർ ഫ്രോക്ക് ആണ്. സീഡ് സക്കർ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലിപ്പ് സ്ലീവ് ആണ് ഇതിന് ആഡ് ചെയ്തിട്ടുള്ളത്. ലേസ് വെച്ചിട്ടാണ് സ്ലിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ടയറിലും സെക്കൻഡ് ടയറിലും നമ്മൾ ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു കോട്ടൺ ഫ്രോക്ക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഫ്രോക്ക്. ഹോൾട്ടർ നെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ താഴെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു മെഷീൻ എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട്. ഇതിന് വിത്ത് ലൈനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വീണ്ടും ഒരു സീഡ് സക്കർ മെറ്റീരിയലിലുള്ള കുഞ്ഞു ഫ്രോക്ക് ആണ്. ഇതും ഹോൾട്ടർ നെക്കാണ്. ഈ ഹോൾട്ടർ നെക്സ് ഇടുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെ ഇതൊരു പോക്കറ്റ് അല്ല, പോക്കറ്റ് പോലെ ഒരു കൺസെപ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതിന്റെ സൈഡിൽ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മെഷീൻ എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ് ഫ്രോക്ക് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു കംഫി വെയർ ആണ്. ഇത് പ്യുവർ കോട്ടണിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമുക്ക് സാധാരണ വെറുതെ കുട്ടികളെ ജസ്റ്റ് ഒന്ന് പുറത്തു പോകണമെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനത്തെ ഫ്രോക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതങ്ങനെ ചൂടെടുക്കുകയോ അങ്ങനത്തെ ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് പഫ് സ്ലീവ് ആണ്. ഇതിന്റെ എൻഡിലും നമ്മൾ വിത്ത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ലേസ് ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.